വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സീക്രട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിവിടെ ഓൾറെഡി ഡീകോഡിംഗ് മാർക്കറ്റ് സീരീസ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 ഓൾറെഡി ഞാൻ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പാർട്ട് 5 ആണ് നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ഡീകോഡിംഗ് മാർക്കറ്റ് 5 സീരീസ്. അതായത് ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മാർക്കറ്റിൽ നമ്മൾ ഓരോ എൻട്രി സെനാരിയോസ് ഫോം ചെയ്യുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കോൺഫ്ലുവൻസസ് വേണം. സോ യു ഹാവ് ടു ബി വെരി ഫെമിലിയർ വിത്ത് ദ മാർക്കറ്റ് സ്ട്രക്ചർ. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ നമ്മളറിയാൻ പഠിക്കാൻ പോകുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് മുന്നേ ഇന്നലത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് നമുക്കൊരു ചെറിയൊരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പം അതും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരുന്നു, ദിസ് ഈസ് ദ ലാസ്റ്റ് ഹൈ വിച്ച് ക്രിയേറ്റഡ് ലാസ്റ്റ് ലോ വിച്ച് ക്രിയേറ്റഡ് ദ ഹൈ. ഈ ലോ എപ്പോഴാണോ ബ്രേക്ക് ചെയ്യുന്നത് അപ്പം മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സ് ഓൾറെഡി തിരിയും. അതായത് സെൽ സൈഡിലേക്ക് വരും. മാർക്കറ്റ് ഗെയിം ഈസ് ഓവർ നമ്മൾ പറഞ്ഞായിരുന്നു. സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് പറ്റി? പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യുന്നു, അല്ലേ? ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ ക്രിയേറ്റ് ചെയ്യുന്നു, പിന്നെ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അല്ലേ? ലാസ്റ്റ് ലോ, പിന്നെ അതിനുശേഷം ഇവിടെ ലാസ്റ്റ് ഹൈ. ഇതാണ് ഹൈ, അല്ലേ? ദ ലാസ്റ്റ് ലോ വിച്ച് ക്രിയേറ്റഡ് ദ ഹൈ ഇസ് ബ്രോക്കൺ, അല്ലേ? ഇവിടെ ഇത് ഇന്നലത്തെ ലെസണിൽ പറയാൻ വിട്ടുപോയി. അപ്പോൾ അങ്ങനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഡയറക്ഷൻ മാറി, അപ്പ് സൈഡിലേക്കായി. സോ ഇറ്റ് വിൽ കം ബാക്ക് ഫോർ എ പുൾ ബാക്ക് ആൻഡ് യു വിൽ വെയിറ്റ് ഫോർ ദ പാറ്റേൺ ടു എമേർജ്, ഓർ ദിസ് പാറ്റേൺ ഷുഡ് ബി പ്രിന്റഡ് ഹിയർ. എന്നിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സിംപിളി ബ്ലൈൻഡ്ലി എടുക്കുമല്ല എൻട്രി. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഇന്നത്തെ നമ്മുടെ ലെക്ചറിൽ കംപ്ലീറ്റ്ലി നമ്മളത് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ ദ ലാസ്റ്റ് ലോ വിച്ച് ക്രിയേറ്റഡ് ദ ഹൈ ഈസ് ടേക്കൺ അവേ, ഓർ അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും അത് പിന്നെ നമ്മൾ നോക്കുന്നത് ഓൺ എ പുൾ ബാക്ക് യു വിൽ ഗെറ്റ് ഇൻ ടു ദ എൻട്രി ആൻഡ് ഇറ്റ് വിൽ ഗോ അപ്പ്. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്ട്രക്ചറൽ ഫിനോമിന നമ്മൾ കാണുമ്പോൾ, ഇങ്ങനെ മാർക്കറ്റ് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റണം ഈവൻ ഈ ഒരു പോർഷൻ ഇല്ലെന്ന് വിചാരിക്കാം. അപ്പം ഇവിടെ ഇതിങ്ങനെ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പം ഇതൊരു കണ്ടിന്യൂവേഷൻ പാറ്റേൺ. ഇവിടെ നമ്മൾ മാർക്കറ്റിൻ്റെ ഡൈനാമിക്സ് ചേഞ്ച് ചെയ്തു എന്നത് അന്നേരം തന്നെ മനസ്സിലാക്കണം. ബിക്കോസ് നമ്മളിവിടെ ഹൈയും ലോയും നോക്കിയാണ് പോകുന്നത്. അപ്പം ഇന്നലെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാത്തപ്പം നിങ്ങൾ ആ ഒരു പോയിന്റ് കണ്ടുപിടിച്ചവരെ സംബന്ധിച്ച് നിങ്ങൾ ട്രേഡിംഗ് സീക്രട്സ് ചാനൽ വളരെ പേഷ്യൻസോട് കൂടിയാണ് കാണുന്നത്. അതുപോലെ തന്നെ ഓൾ ദ പോയിന്റ്സ് നിങ്ങൾ നോട്ടീസ് ചെയ്താൽ പോകുന്നതെന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മീൻസ് യു ആർ സ്റ്റഡിങ് ഇറ്റ് വെൽ. അതാണ് അതിൻ്റെ മീനിങ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു സിനാരിയോ മാത്രം ഉള്ളെന്ന് ഈ ഗ്രാഫിൽ അത് മാത്രമേ നമുക്ക് അന്നേരം കാണാൻ പറ്റുള്ളൂ. സോ അതല്ലല്ലോ സിനാരിയോ, കംപ്ലീറ്റ്ലി ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. സോ ഇവിടെ ഈ നമ്മൾ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാതെ പോയിരിക്കുന്ന ആ കൺസെപ്റ്റ് ഇവിടെ വിട്ടുപോയപ്പോൾ ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ ഇത് കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നൗ നമ്മൾ വീണ്ടും നമ്മൾ പോകുന്നു ഡീകോഡിംഗ് മാർക്കറ്റ് 5 പാർട്ട് 5 ഓഫ് ദ വീഡിയോ, ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. നൗ ലെറ്റ് us go to the ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് when to buy and identify the trend, higher highs and higher lows, price action in previous area, market never moves in straight line. അത് പുൾ ബാക്ക് എടുത്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റ് പോകുള്ളൂ. അതുപോലെ തന്നെ മോസ്റ്റ് വോളിയം ആൻഡ് മോസ്റ്റ് ട്രേഡിംഗ് സോൺ. ഇതെവിടെയാണ് ചാർട്ട് ഇങ്ങനെ ഫോം ചെയ്ത് പോകുമ്പോഴത്തേന് നമ്മൾ എവിടെയാണ് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത് ചാർട്ടിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ബിക്കോസ് ഇതിനെ ബേസ് ചെയ്ത് പല ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്റ്റഡീസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ലോജിക്കലി ദ ട്രേഡിംഗ് മോഡൽ വാട്ട് വി ആർ ഗോയിങ് ടു ഡു, ഇറ്റ് ഷുഡ് ബി സപ്പോർട്ടിങ് വിത്ത് അവർ എൻട്രി സിനാരിയോ. ദാറ്റ്സ് ഓൾ. അല്ലാതെ വേറെ ഒരു കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ട്രേഡ് ചെയ്യണം, ദാറ്റ്സ് ഇറ്റ്, അല്ലേ? ആൻഡ് ദ ട്രേഡിംഗ് പ്രോസസ് ഷുഡ് ബി വെരി സിമ്പിൾ, ഇറ്റ് ഷുഡ് നോട്ട് ബി കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്രോസസ്സ് നമുക്ക് വേണം എന്നെല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ. പക്ഷേ ആ ട്രേഡിംഗ് പ്രോസസ്സ് സിമ്പിൾ ആകണമെങ്കിൽ നമ്മൾ ഈ ചാർട്ടിലോട്ട് നോക്കുമ്പം നമുക്ക് മൾട്ടി ഡയമെൻഷണൽ മോഡലിൽ ഓർന്നെ 3 ഡയമെൻഷൻ, നമുക്കിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 2 ഡയമെൻഷനിലാണ്, അല്ലേ? അപ്പോൾ നമ്മൾ 3 ഡയമെൻഷനിൽ നമുക്ക് ഫോർസി ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അവിടെയാണ് നമ്മളുടെ ട്രേഡിങ്ങിൻ്റെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു വെച്ചിരിക്കുന്ന നമ്മളുടെ ട്രേഡിംഗ് പ്ലാൻ ഓർ ദ ട്രേഡിംഗ് മോഡൽ, ആ മോഡലിനെ നമ്മൾ എന്ത് ചെയ്യും? ആ മോഡലിനെ സബ്സ്റ്റാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്ന എന്തെല്ലാം അഡീഷണൽ പോയിന്റ്സ് ആണ് നമ്മൾ ചാർട്ട് ഫോം ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നത് എന്നാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് കണ്ടിന്യൂ. ഇനി നമ്മളിങ്ങനെ ഒരു ചാർട്ട് കാണുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ മനസ്സിലാക്കുന്നത്? സോ ദിസ് ഈസ് ഫോമിങ് എ ഹയർ ഹൈ, ഇവിടെ ഒരു ഹയർ ഹൈ എന്ന്, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, അഗെയിൻ ഹയർ ഹൈ, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ചാർട്ട്, അല്ലേ? ദിസ് ഈസ് എ ഡയറക്ഷണൽ മൂവ്മെന്റ് ഓഫ് ദ chart or the directional blueprint which is showing already printed and it is showing in the chart, അല്ലേ? അപ്പം
ഇത് ഓൾറെഡി നടന്ന ആക്ടിവിറ്റിയാണ്. അപ്പം ഈ ചാർട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചാർട്ടിലേക്ക് ലൈവ് ചാർട്ടിലോട്ട് നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് ഞാനിത് കാണിച്ചു തരാം. അതിനിപ്പുറം ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ കൺസെപ്റ്റ് വെരി വെൽ. ഓക്കെ, അതാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി എടുക്കണം. അതിനകത്താണ് നമ്മുടെ ഓരോരുത്തരുടെയും കഴിവെന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ അൾട്ടിമേറ്റ്ലി വെരി സ്മാർട്ട് ആയിരിക്കണം മാർക്കറ്റിൻ്റെ അടുത്ത്, അല്ലാതെ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇങ്ങനെ ഒരു ഹയർ ഹൈ ഫോർമേഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ട്രെൻഡ് ഈസ് വാട്ട് ഈസ് എ ട്രെൻഡ്, ഐഡന്റിഫൈ ദ ട്രെൻഡ്. ഹയർ ഹൈ ദിസ് ഈസ് എ ബുള്ളിഷ്, എക്സ്ട്രീംലി ബുള്ളിഷ് സെറ്റപ്പ് അല്ലേ. അപ്പം ഇവിടെ നമുക്ക് എഴുതി വെക്കാം വാട്ട് ഈസ് ദിസ്, ബിക്കോസ് ദിസ് ഈസ് എ ഹയർ ടൈം ഫ്രെയിം bullish setup അല്ലേ. So bullish setup will be yielding more. So what will be your plan? Buy and sell. Initially നമുക്ക് എങ്ങനെ വേണേലും ചെയ്യാം, സെൽ ആൻഡ് ബൈ ആൻഡ് സെൽ എന്ത് വേണേലും ചെയ്യാം. പക്ഷെ നമുക്ക് ഓപ്പർച്യൂണിറ്റി എപ്പോഴും ഉണ്ട്, ഏതൊരു സൈഡിലോട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈൽഡ് മോർ കിട്ടുന്നത് ഹയർ ടൈം ഫ്രെയിം നമുക്ക് ബുള്ളിഷ് സെറ്റപ്പ് കാണിക്കുകയാണെങ്കിൽ ബൈ ആൻഡ് സെൽ ആക്ടിവിറ്റിയിലേക്ക് എപ്പോഴും ഫോക്കസ് ചെയ്യുക. സോ അതാണ് നമ്മൾ നോക്കുന്ന ഏരിയ. അപ്പം ഇനി ഐഡന്റിഫൈ ചെയ്ത ട്രെൻഡ് നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തല്ലോ. എന്താണിത്? ഹയർ ഹൈ ഫോം ചെയ്യുകയാണ്. ബിക്കോസ് ഹയർ ഹൈ, എന്തുകൊണ്ടാണ് ഹയർ ഹൈ? ബിക്കോസ് ഇതിങ്ങനെ ഹയർ ഹൈ വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലോ അല്ലേ. ദിസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ലോ വിച്ച് ഈസ് പ്രൊട്ടക്റ്റഡ് ഇവിടെ. ദാറ്റ് ഈസ് വൈ ദ ട്രെൻഡ് ഈസ് ഹയർ ഹൈ എന്ന് നമ്മൾ പറയുന്നത്. സപ്പോസ് ഇത് വന്ന് സ്വീപ്പ് ചെയ്തായിരുന്നെങ്കിൽ ദിസ് ലോ ഈസ് ബ്രോക്കൺ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും നമുക്കത് ഹയർ ഹൈ ഫോർമേഷൻ വരത്തില്ല. ബിക്കോസ് ഇന്റർമീഡിയറ്റ് ട്രെൻഡ് ഈസ് ഗെറ്റിംഗ് റിവേഴ്സ്ഡ് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു ഹെൽത്തി സെനാരിയോ അല്ല. സോ നമ്മൾ ഓൺ എ ഹയർ ടൈം ഫ്രെയിം ബുള്ളിഷ് സെറ്റപ്പ് ആണോ മാർക്കറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കൺഫേം ചെയ്യുന്നത് ഈ ഹയർ ഹൈ വരുന്ന ഈ ഒരു ലോ പ്രൊട്ടക്ട് ചെയ്തായിരിക്കണം മാർക്കറ്റിന്റെ ഡയറക്ഷണൽ മൂവ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇല്ലെങ്കിൽ ഒന്നും കൂടെ കേട്ടാൽ മതി. അപ്പോൾ നമ്മൾ നോക്കുന്നത്, അപ്പോൾ നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്തല്ലോ, ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്തല്ലോ. ഇനി എന്താണ് നോക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ, ഇതാരും പറഞ്ഞു തരാത്ത കാര്യങ്ങളാണ്. ഓക്കെ, മാർക്കറ്റിന്റെ ജനറൽ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഏരിയയിലാണ് പ്രൈസ് ആക്ഷൻ വരുന്നത്. അപ്പോൾ പ്രീവിയസ് ഏരിയ മാർക്കറ്റിന്റെ പ്രൈസ് ആക്ഷൻ നടക്കുന്നത് പ്രീവിയസ് ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ പ്രൈസ് ആക്ഷൻ റെസ്പെക്ട് ചെയ്യാൻ പോകുന്ന ഏരിയ. ദെൻ വാട്ട് ഈസ് ദ പ്രീവിയസ് ഏരിയ? പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റ് വാസ് ഓൺ എ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ് ആൻഡ് മെയ്ഡ് എ പുൾ ബാക്ക് ആൻഡ് അഗെയിൻ ദെൻ ദിസ് അപ് ട്രെൻഡ് ഓർ ദ ഹയർ ഹൈ ഇറ്റ്സ് ബ്രോക്കൺ ആൻഡ് ഇറ്റ് വാസ് അഗെയിൻ ഓൺ എ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ് ആൻഡ് ദിസ് ഈസ് യു ആർ കൺസിഡറിങ് ആസ് എ പുൾ ബാക്ക്. ഇങ്ങനെയാണ് നമ്മൾ മാർക്കറ്റിനെ മനസ്സിലാക്കുന്നത്. മനസ്സിലായോ? ഒന്നും കൂടെ പറയാം. അതായത് കറക്റ്റായിട്ട് ഇത് മനസ്സിലാക്കണം, എങ്കിലേ നമുക്കിത് യൂസ്ഫുൾ ആവുള്ളൂ. കാരണം മാർക്കറ്റിൻ്റെ ഗ്രാഫിൽ നമ്മൾ ചാർട്ടെ നോക്കുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാകേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ചാർട്ടയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല. നമ്മൾ ജസ്റ്റ് ചാർട്ടെ നോക്കുമ്പോൾ എന്തെല്ലാം തോട്ട് പ്രോസസ്സാണ് നമ്മളുടെ മനസ്സിൽ കൂടെ ഫ്രെയിം ചെയ്ത് ഓടിക്കൊണ്ടിരിക്കേണ്ടതെന്നാണ് നമ്മൾ നോക്കുന്നത്. ബിക്കോസ് ഈ ഒരു കാര്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നിങ്ങൾക്ക് അടുത്ത ചാർട്ടെ നോക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി ദിസ് വിൽ ബി ഫെഡ് ഇൻ യുവർ മൈൻഡ് അല്ലേ. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഇത് ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഐഡിയ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇറ്റ് വാസ് ഓൺ എ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ് ആൻഡ് ഓൺ എ ഡിക്ലൈൻ. സോ ദിസ് ഈസ് ലൈക്ക് എ സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്യുകയാണ്. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് എന്താണ്? പുൾ ബാക്ക്. ബിക്കോസ് ഈ ലോ അതിനുശേഷം മാർക്കറ്റ് ഈ വന്നിരിക്കുന്ന ഹൈ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇവിടെ ക്രോസ് ചെയ്ത് മുകളിലേക്ക് പോവാണ്. സോ ദാറ്റ് ഈസ് വൈ ദിസ് ബിക്കം എ പുൾ ബാക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് പുൾ ബാക്ക് എന്താണ്? ഈ ഹൈ കട്ട് ചെയ്ത് മുകളിലേക്ക് പോയി ആൻഡ് അഗെയിൻ ഇറ്റ് വാസ് ഓൺ എ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ് ആൻഡ് ഇറ്റ് വാസ് എ ട്രെൻഡിങ് മൂവ്. ഓക്കെ, ട്രെൻഡിങ് മൂവ് മാർക്കറ്റ് തന്നു. അതിനുശേഷം നേരെ അഗെയിൻ ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് ഓൺ എ പുൾ ബാക്ക് അഗെയിൻ. സിൻസ് നമ്മൾ ഇതിനെ പിന്നീടും പുൾ ബാക്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പുൾ ബാക്ക് വരുന്ന സിനാരിയോ എന്ന് പറയുന്നത് മാർക്കറ്റ് അവിടുത്തെ ലിക്വിഡിറ്റി ഇഞ്ചക്ഷൻ നടത്തുന്ന സിനാരിയോ ആണ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേനും ഈ ലോ ഈസ് പ്രൊട്ടക്റ്റഡ്. അതുകൊണ്ട് വീണ്ടും നമുക്ക് ട്രെൻഡ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ഓൺ അഗെയിൻ എ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ്. ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുമല്ലോ. അപ്പം ഇങ്ങനെ പുൾ ബാക്ക് വരുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് വാട്ട് ഈസ് ദിസ്? ഇതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഈ പുൾ ബാക്ക് വരുന്ന ഏരിയ. സോ എവിടെയാണ് ഹൈ? ഇതാണ് ഹൈ അല്ലേ. ഈ ഹൈ തൊട്ട് ഈ ലോ വരെ എന്താണ്? ഈ ഹൈ തൊട്ട് ഈ ലോ വരെ, അതായത് ഈ പുൾ ബാക്ക് നടന്നിരിക്കുന്ന ഏരിയ വരെ ദിസ് ഈസ് ദ പ്രീവിയസ് ഏരിയ ഓഫ് ദിസ് കംപ്ലീറ്റ് പ്രൈസ് ആക്ഷൻ. പ്രീവിയസ് ഏരിയ. അപ്പം ഇതിനെ നമുക്കിവിടെ പ്രീവിയസ് ഏരിയ എന്ന് നമുക്ക് വെക്കാം. ഓക്കെ, പ്രീവിയസ് ഏരിയ. സോ ഇതാണ് നമ്മുടെ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോക്സ് വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പ്രീവിയസ് ഏരിയ വിൽ ബി റെസ്പെക്റ്റഡ് ഓൺ ദ സബ്സിക്വന്റ് പുൾ ബാക്ക്. അപ്പം പ്രീവിയസ് ഏരിയയിൽ മാർക്കറ്റിന്റെ ഡയറക്ഷണൽ മൂവ്മെന്റ് ഓർ ദ ഡയറക്ഷണൽ സിനോപ്സിസ് വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രീവിയസ് ഏരിയയിൽ അതിന്റെ 50% സബ്സിക്വന്റ് മൂവ്മെന്റിൽ മാർക്കറ്റ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യും. മനസ്സിലായോ?
50% ഇസ് വാട്ട്? അപ്പം ഈ ബോക്സ് ആണല്ലോ നമ്മൾ വരച്ചിരിക്കുന്നത്. ബിക്കോസ് ബോക്സ് വരച്ചിരിക്കുന്ന ഈ ഹൈ വന്നാക്കുന്നതും ആ സ്വിങ്ങിന്റെ ലോയും തമ്മിലാണ് ബോക്സ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ നമ്മൾ എന്താണ് ഇവിടുന്ന് നമ്മൾ ഫിബ് വരയ്ക്കുവാണെങ്കിൽ ഫിബ് വരയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ 50% എന്ന് പറഞ്ഞാൽ ഇതിന്റെ നടുക്കൂടെ ഒരു ലൈൻ ഇടുന്നതല്ല 50% എന്ന് പറയുന്നത്. ഇവിടെ ഈ ലൈൻ ഇതാണ് 50% എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഏരിയയുടെ 50% മാർക്കറ്റ് സബ്സീക്വന്റ് മൂവ്മെന്റിൽ വന്ന് മിറ്റിഗേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് ഇറങ്ങി വരും. സോ ദാറ്റ് ഈസ് വാട്ട് ദ പ്രൈസ് ആക്ഷൻ ഈസ്. മനസ്സിലായോ? അപ്പം ഇത് ഈ പ്രൈസ് ആക്ഷൻ എന്ന് നമ്മൾ പറയുന്നത് എന്താണ്? പ്രൈസിന്റെ ആക്ടിവിറ്റി. ബിക്കോസ് മാർക്കറ്റ് ഒരിക്കലും പ്രൈസ് ആക്ഷൻ ഇറ്റ് വിൽ നോട്ട് മൂവ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓർ എ സിംഗിൾ ലൈൻ. മാർക്കറ്റ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാർക്കറ്റ് ഇങ്ങനെ ഒറ്റ സ്ട്രെച്ചിന് ഇങ്ങനെ പോവല്ല. ഓഫ് കോഴ്സ് ദർ വിൽ ബി നോയ്സൻസ്. ഒരു സിംഗിൾ ക്യാൻഡിൽ ഇങ്ങനെയൊക്കെ പോയെന്നിരിക്കും. പക്ഷേ അങ്ങനെ സിംഗിൾ ക്യാൻഡിൽ പോയി കഴിഞ്ഞാലും എന്താണ് സംഭവിക്കുന്നത്? സിംഗിൾ ക്യാൻഡിൽ പോയി കഴിഞ്ഞാലും ദിസ് പ്രൈസ് ആക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൺ എ സ്വിംഗ് സ്ട്രക്ചറിൽ ക്രിയേറ്റ് ചെയ്ത മാർക്കറ്റ് പോകത്തുള്ളൂ. മേ ബി 1-2 ദിവസം അങ്ങനെ പോയെന്നിരിക്കാം, പക്ഷേ അത് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പം നമ്മളുടെ ഈ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് അതിൻ്റെ 50%ഓളം അവിടെ മാർക്കറ്റ് തിരിച്ചുള്ള മൂവ്മെന്റിൽ, കറക്ഷണൽ മൂവ്മെന്റിൽ ഓർ ദ പുൾ ബാക്ക് സെനാരിയോയിൽ മാർക്കറ്റ് ഇറങ്ങി താഴേക്ക് വരുന്നിട്ട് ഇതിന്റെ ഈ പ്രീവിയസ് ഏരിയയുടെ 50% വന്ന് മാർക്കറ്റ് ടാപ്പ് ചെയ്യും. അതാണ് കൺസെപ്റ്റ്. സോ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? സോ ലെറ്റ് us കണക്ട് ദിസ് വിത്ത് എ ലോജിക് അല്ലേ. ലോജിക് ഇല്ലാതെ നമ്മൾ ഒന്നും ചെയ്യാറില്ല. അല്ലെങ്കിൽ നമ്മൾ മറ്റേ ഇന്ത്യ മഹാരാജ്യത്തിന്റെ പടം വരച്ചു വെച്ചിരിക്കുകയാണ്, എന്നിട്ട് അതിന്റെ കേരളത്തിന്റെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഫോം ചെയ്തില്ല, അതുകൊണ്ട് ഈ പ്രാവശ്യം ഇത് വന്നില്ലെന്ന് പറഞ്ഞാൽ കപ്പ ഹോൾഡറൊക്കെ വരച്ചു വെക്കത്തില്ലേ എന്ന് പറഞ്ഞാൽ ലോജിക് ഇല്ലാത്ത സംഭവങ്ങൾ കാണിക്കുന്നുണ്ട് പലരും. അങ്ങനെയല്ല ഇത്. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത് എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രീവിയസ് ഏരിയയിലാണ് ദ മോസ്റ്റ് വോളിയം ആൻഡ് ദ മോസ്റ്റ് ട്രേഡിംഗ് സോൺ എന്ന് പറയുന്നത്. 4ാമത്തെ പോയിന്റ്, മോസ്റ്റ് വോളിയം ആൻഡ് ദ മോസ്റ്റ് ട്രേഡിംഗ് സോൺ എന്ന് പറയുന്നത് ഈ പ്രീവിയസ് ഏരിയയിലാണ്. അപ്പോൾ ഈ പ്രീവിയസ് ഏരിയയിൽ ഏറ്റവും കൂടുതൽ വോളിയം നടക്കുന്നതും ഏറ്റവും കൂടുതൽ വോളിയം നടക്കുന്നതും ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടന്നിരിക്കുന്നതായിട്ടുള്ള സോൺ എന്ന് പറയുന്നത് അതായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എടുത്ത് നോക്കാമല്ലോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്ന ഏരിയ എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ഏരിയ വിൽ ബി മിറ്റിഗേറ്റഡ്. നമുക്ക് ഇവിടെ അത് കണ്ടുപിടിക്കാനുള്ള ടൂൾസ് ഉണ്ട്. അപ്പം അതിനുവേണ്ടി അത് യൂസ് ചെയ്യണമെന്നല്ല ഞാൻ പറഞ്ഞത്. സോ ഓൺ എ ജനറൽ നോട്ട് നമുക്ക് ഗ്രാഫ് സ്ട്രക്ചറൽ ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാകേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ട്രക്ചറൽ ഫോർമേഷൻ നടക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ വേറെ ഏതെങ്കിലും സ്ട്രക്ചറൽ ഫോർമേഷൻ നടക്കുവാണെങ്കിൽ വാട്ട് എക്സാക്ട്ലി ദ മാർക്കറ്റ് ഈസ് ഗോയിങ് ടു ഡു? ബിക്കോസ് ദോസ് ഏരിയ വിൽ ബി മിറ്റിഗേറ്റഡ്. സോ എവിടെയാണ് കൂടുതൽ മിറ്റിഗേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ദിസ് ഈസ് ദ പ്രീവിയസ് ഏരിയ. നമുക്ക് ഇത് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എന്താണ് സംഭവം? ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ 50% ലൈൻ എന്ന് പറയുന്നത് അല്ലേ. ഈ 50% ഓൺ എ സബ്സീക്വന്റ് മൂവ്മെന്റ് ഇത് വന്ന് മിറ്റിഗേറ്റ് ചെയ്തോ ഇല്ലയോ? ഇതിപ്പോൾ ഞാനിങ്ങനെ നിങ്ങൾ അവർക്ക് ഇത് ഞാനിങ്ങനെ വരച്ചു വെച്ചിട്ടില്ല ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതല്ല. വി ആർ എക്സ്പ്ലെയിനിങ് ദ കൺസെപ്റ്റ്. ഓക്കെ, ആൻഡ് ഐ വിൽ ഷോ യു ഇൻ ദ ലൈവ് ചാർട്ട് ഓൾസോ. ഓക്കെ, ലൈവ് ചാർട്ടിൽ ഇത് കാണിച്ചു തരാമല്ലോ. അപ്പം പ്രശ്നം തീർന്നല്ലോ. അപ്പം നമ്മൾ നോക്കുന്നത് ഇവിടെ നമ്മൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഇതിപ്പോൾ മിറ്റിഗേറ്റ് ചെയ്തല്ലോ. സോ ദിസ് പ്രീവിയസ് ഏരിയ വിൽ ബി മിറ്റിഗേറ്റഡ്. മേ ബി ഇവിടെ വന്നിട്ട് സപ്പോസ് ഈ പ്രീവിയസ് ഏരിയ ഇതാണെന്ന്, പ്രൈസ് ആക്ഷൻ ഇവിടെ വരെ വന്നു, ഇവിടുന്ന് മുകളിൽ നിന്ന് ഇങ്ങനെ വന്നു, ഇവിടെ വന്നിട്ട് താഴോട്ട് വന്നു, ഇവിടം വരെ വന്നുള്ളൂ. അതിനുശേഷം പ്രൈസ് മേ ബി ഇറ്റ് വിൽ റിട്രേസ്, ഇവിടുന്ന് തിരിച്ചു പോകും, ഇങ്ങനെ കയറി പോയെന്ന് വിചാരിക്കുക. സോ ഇങ്ങനെ വന്ന് കയറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാലും ഇവിടെ ഈ പ്രീവിയസ് ഏരിയയിൽ ഈ പ്രൈസ് വന്ന് മിറ്റിഗേറ്റ് ചെയ്യാത്തതുകൊണ്ട് ദർ ഇസ് എ ഹയർ പ്രോബബിലിറ്റി ആൻഡ് ഹയർ ചാൻസ് ദാറ്റ് ദ പ്രൈസ് വിൽ കം ബാക്ക് ടു ദിസ് ഏരിയ ഇൻ ദ ഫ്യൂച്ചർ ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഓർ ഓൺ എ സബ്സീക്വന്റ് മൂവ്മെന്റ്. മനസ്സിലായോ? അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ കാര്യം കിടക്കുന്നത്. അപ്പം ഇങ്ങനത്തെ സെനാരിയോ വരുമ്പോഴത്തേനും മേ ബി വാട്ട് വിൽ ഹാപ്പൻ ഓൺ ദ സബ്സീക്വന്റ് മൂവ്മെന്റ് എന്ത് സംഭവിക്കും? ദിസ് പുൾ ബാക്ക്, ഇപ്പം സപ്പോസ് ഇവിടെ ഇത് ഇവിടെ വരെ വന്നിട്ടുള്ളതെന്ന് വിചാരിക്കുക. അപ്പം എന്ത് സംഭവിക്കുന്നു? ഇവിടെ വന്നു ഈ പ്രീവിയസ് ഏരിയയിൽ ഇവിടെ ഇതിൻ്റെ ഓൺ ദ ബോഡി ലെവൽ വന്ന് ടാപ്പ് ചെയ്തു. സോ മാർക്കറ്റ് വാസ് ഇവിടെ വന്ന് റിട്രേസ് ചെയ്ത് മുകളിലേക്ക് പിന്നെയും കയറി പോവാണ്. സോ ഓൺ ദ സബ്സീക്വന്റ് പുൾ ബാക്ക് മാർക്കറ്റ് വിൽ ഹാവ് എ പുൾ ബാക്ക് ലൈക്ക് ദിസ് ആൻഡ് ദെൻ ഇറ്റ് വിൽ ടച്ച് ആൻഡ് ഗോ അപ്പ്. സോ അപ്പം നമുക്ക് മേ ബി ഇവിടെ ഈ പ്രൈസ് ആക്ഷൻ മേ ബി ഇവിടെ വരെ വരുള്ളൂ. സപ്പോസ് ഇവിടെ വന്ന് ഇത് മിറ്റിഗേറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്താണ് ഇവിടെ ഓൺ എ ബ്ലൈൻഡ്ലി നമ്മളിവിടെ എൻട്രി എടുക്കാൻ പാടില്ല. സോ നമുക്കറിയത്തില്ല, മേ ബി ഇത് ബ്രേക്ക് ചെയ്യും. ബിക്കോസ് ഇവിടെ ഈ കംപ്ലീറ്റ് ഏരിയ മേ ബി ഒന്നും കൂടെ താഴോട്ട് വന്നിട്ട് ഇവിടെ ഇതും കൂടെ സ്വീപ്പ് ചെയ്തിട്ട് മേ ബി ഇങ്ങോട്ട് പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. സോ നമുക്ക് ഇവിടെ ഇത് ബ്ലൈൻഡ് ആയിട്ട് നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല. സോ റിഫൈൻമെന്റ് ഓഫ് യുവർ എൻട്രി
സോ വാട്ട് ഈസ് ദാറ്റ് റിഫൈൻമെന്റ് ഓഫ് യുവർ എൻട്രി? അതും കൂടെ വെച്ചേക്കാം അതിനകത്ത്. ഓക്കെ, മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട്. റിഫൈൻമെന്റ് ഓഫ് എൻട്രി സെനാരിയോ. So what is the refinement of entry scenario? Refinement of entry scenario is nothing but you are making sure that your entry technique you are using it properly. So നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന എന്താണ് എൻട്രി ടെക്നിക്ക്? എൻട്രി ടെക്നിക്ക് is nothing but a low is created and a high is created and the low is taken and the high is taken and a pull back to mitigate and then shoot up. അല്ലേ? So you should have this activity happening here on this cycle. ദെൻ ഓൺലി നമുക്ക് ഇവിടെ നിന്ന് ഈ ഇത് കറക്റ്റായിട്ട് എൻട്രി എടുക്കാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ നമ്മൾ എൻട്രി എടുക്കുമ്പം എ ലോ ഇസ് ക്രിയേറ്റഡ്, ഒന്നുകൂടെ ഇവിടെ വെക്കാം. ഓക്കെ, മറന്നുമായിരിക്കാൻ വേണ്ടിയിട്ട്. ദിസ് ഈസ് എ സോങ്. ഓക്കെ, എ ലോ ഇസ് ക്രിയേറ്റഡ് ആൻഡ് എ ഹൈ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ദ ലോ ഇസ് ടേക്കൻ ആൻഡ് ദ ഹൈ ഇസ് ടേക്കൻ ആൻഡ് ദർ ഇസ് എ പുൾ ബാക്ക്. അല്ലേ? ആൻഡ് ദർ ഇസ് എ പുൾ ബാക്ക് ആൻഡ് ദ പ്രൈസ് വെന്റ് അപ്പ്. യു ഡിഡിൻ ഗെറ്റ് ഇറ്റ്. ഓക്കോട്ടെ, നോ പ്രോബ്ലം, നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമില്ല. ആൻഡ് ഓൺ ദ സബ്സീക്വന്റ് മൂവ്മെന്റ് you are sure that this pattern is being created here. Means market is showing you a directional blueprint ahead of time that this price will be shooting up. Alle? And when the price is coming up with the red candle, it is not a log avasana. മനസ്സിലായോ? Because some people, എല്ലാവർക്കും എന്താ സംഭവിക്കുന്നത് ഇവിടെ? പ്രോബ്ലം എന്താണ്? This sweep, what happened? മാർക്കറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു. This sweep, a big red candle is coming here like this. അപ്പോൾ നമുക്ക് അവിടെ log അവസാനം തീർന്നു. മാർക്കറ്റ് അതോടുകൂടെ ബെയറിഷായി, അവിടെ പ്രശ്നമായി, സൂക്ഷിക്കണം, അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുക. ബട്ട് ദേ ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഇസ് ദ സ്ട്രക്ചർ ഓഫ് ദ മാർക്കറ്റ്. ഇറ്റ് ഈസ് നോട്ട് കപ്പ് ആൻഡ് ഹോൾഡർ. ഇറ്റ് ഈസ് നോട്ട് ബ്രേക്ക് ഔട്ട് ട്രയാങ്കിൾസ് കണ്ടിട്ടില്ലേ ഇങ്ങനെ? അത് രണ്ട് വര വരച്ച് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പറയും, ഓക്കെ ഇതിന് താഴോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ ഇങ്ങോട്ട് താഴോട്ട് പോകും, ഇതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഉടനെ മുകളിലേക്ക് പോകും. ഇതല്ല മാർക്കറ്റ് എന്ന് പറയുന്നത്. മാർക്കറ്റിന്റെ ഡയറക്ഷണൽ സിനോപ്സിസ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വെരി ക്ലിയർലി ആൻഡ് വെരി ഡിഫൈൻഡ് സ്ട്രക്ചർ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ബിക്കോസ് ഞാൻ എന്തിനാണ് ഇത് കീപ്പ് ഓൺ റിപ്പീറ്റഡ്ലി നിങ്ങളോട് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും കുറേ മണ്ടത്തരങ്ങൾ മാർക്കറ്റിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. ക്ലിയർ ഇറ്റ് ഓഫ്, ഇറേസ് യുവർ മെമ്മറി. ഓൺലി ദെൻ യു ക്യാൻ ഫോക്കസ് ഓൺ മൈ ലെസൺസ്. ഇഫ് യു കനോട്ട് ഇറേസ് യുവർ മെമ്മറി, യു ആർ വേസ്റ്റിംഗ് യുവർ ടൈം ഹിയർ. പ്ലീസ് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. യു ക്യാൻ യൂസ് ഇറ്റ് ഫോർ എ പ്രൊഡക്റ്റീവ് പർപ്പസസ്, സം അതർ പർപ്പസസ്. ഓക്കെ, മേ ബി എന്തെങ്കിലും ടീച്ചിങ് പ്രൊഫഷൻ ആയിരിക്കും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. സോ ഇഫ് യു വാണ്ട് ടു ഫോക്കസ് ഓൺ ദ ട്രേഡിംഗ് ടെക്നിക്സ് വാട്ട് ഐ എം ടീച്ചിങ് യു, യു ഹാവ് ടു പേ അറ്റൻഷൻ ടു ദ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ ഇൻ എ ഡിഫൈൻഡ് സ്ട്രക്ചർ. അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ എൻട്രിയിലേക്ക് നമുക്ക് കയറാൻ പറ്റുള്ളൂ. അതർവൈസ് വെൻ ദ റെഡ് ക്യാൻഡിൽ ഈസ് ഫോമിങ് ഹിയർ, വാട്ട് വിൽ യു ഫീൽ? റെഡ് ക്യാൻഡിൽ ഈസ് ഫോമിങ് ഹിയർ. ഓക്കെ, ഈ സബ്സീക്വന്റ് മൂവ്മെന്റിൽ ഇവിടെ റെഡ് ക്യാൻഡിൽ വരുവാണ്. യു ആർ ഫീലിംഗ് ദാറ്റ് ദിസ് ഈസ് ദ എൻഡ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ്. കഴിഞ്ഞു അല്ലേ? സ്റ്റോക്ക് മാർക്കറ്റ് ഇവിടെ കൊണ്ട് ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ പോയെന്ന് വിചാരിക്കും. ബിക്കോസ് ദിസ് ഈസ് എ കറക്ഷണൽ മൂവ്മെന്റ് ഓർ ദ പുൾ ബാക്ക് വിച്ച് ഈസ് സപ്പോസ് ടു ഹാപ്പൻ. അപ്പം മാർക്കറ്റ് ഈസ് ഷോയിങ് യു one more opportunity to get into the proper trade and you get a big target ഇവിടെ കണ്ടോ? So don't worry about it because all those things nobody knows. എന്താണ് മാർക്കറ്റ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ആർക്കും. അതാണ് പ്രശ്നം. അപ്പോൾ മാർക്കറ്റിൽ നമ്മൾ നോക്കിയിരിക്കുമ്പോൾ റെഡ് ക്യാൻഡിൽ ആൻഡ് ദ ഗ്രീൻ ക്യാൻഡിൽ, ഡോണ്ട് വറി അബൌട്ട് ദോസ് ക്യാൻഡിൽസ്. ആ ക്യാൻഡിൽസ് ഇല്ലാതെ നമുക്ക് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ വെൻ ദ റെഡ് ക്യാൻഡിൽ ഈസ് പ്രിന്റിംഗ് ഇറ്റ് ഡൗൺ, നമുക്ക് അവിടെ എൻട്രി ഉണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാമല്ലോ. ഓൾറെഡി ഇവിടെ നമ്മളുടെ യു ഹാവ് ടു റിപ്പീറ്റ് ദാറ്റ് സോങ്. എ ലോ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈ ഇസ് ക്രിയേറ്റഡ്, ഹൈ ആൻഡ് ലോ ഇസ് ടേക്കൻ ആൻഡ് ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക് എ പുൾ ബാക്ക് ആൻഡ് യു ഡിഡ്ന്റ് ഗെറ്റ് എൻട്രി. ഇറ്റ് വെന്റ് വെരി ഫാസ്റ്റ്. ഓക്കെ, ലെറ്റ് ഇറ്റ് ഗോ. But on the subsequent movement, the market has shown you the correct blueprint that it is going heading upside. So let it go. And it will come back. Where it will come back? This is the important point. So here you understood a law is, ഇതിപ്പോൾ ആ പാറ്റേണിലല്ല ഇവിടെ നിൽക്കുന്നത്. കറക്റ്റ്, ഇവിടെ നമുക്ക് അത് കറക്റ്റ് ആക്കി വെക്കാം. ഇവിടെ ഇതല്ല കേട്ടോ, ഇതിനകത്ത് ഇവിടെ വരുമ്പോൾ ഈ ആക്ടിവിറ്റിയിൽ വരുമ്പോഴാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ 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 പ്രൈസ് ടച്ച് ചെയ്യില്ല. ഈ ഏരിയയിൽ ഇവിടെ വേറെ കളർ ഇടാം നമുക്ക്. ഓക്കെ, ഇവിടെ നമ്മൾ ആക്ടിവിറ്റിയിൽ നോക്കുമ്പോഴത്തേനും എന്താണ് വരുന്നത് ഒന്നുകൂടെ പറയാം, മറന്നുപോയിരിക്കാനാണേ. അപ്പോൾ ഇവിടെ ലോ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ഹൈ ഇസ് ക്രിയേറ്റഡ് ആൻഡ് ദ ലോ ഇസ് ടേക്കൻ ആൻഡ് ദ ഹൈ ഇസ് ടേക്കൻ ആൻഡ് എ പുൾ ബാക്ക് ടു മിറ്റിഗേറ്റ് ആൻഡ് ഇറ്റ് വെന്റ് അപ്പ്. ഏത് ടൈം ഫ്രെയിമിൽ നോക്കുന്നത്? ഇഫ് യു ആർ വാച്ചിങ് ആണ് സ്മോളർ ടൈം ഫ്രെയിം ലൈക്ക് 10 seconds, ഇവിടെ നമുക്ക് പല ടൈം ഫ്രെയിം ഉണ്ട്. 5 seconds, 10 seconds, 30 seconds, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. സോ നമ്മൾ ഈ 5 seconds, 30 seconds, 1 minute ഇതൊക്കെ നോക്കണമെങ്കിൽ യു ഹാവ് ടു ട്രെയിൻ യുവർ ഐസ് ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ 1 minute ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, നമ്മളെ പാറ്റേണിക് മൂവ്മെന്റ് മാത്രം ഇവിടെ നോക്കിയാൽ പോരെ. അപ്പോൾ നമുക്കത് കിട്ടുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അറ്റ്ലീസ്റ്റ് അത് അവിടെ കാണിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഈ എൻട്രി നമ്മുടെ കയ്യിൽ നിന്നും വിട്ടുപോയി, പോകട്ടെ, നോ പ്രോബ്ലം.
അവിടെ പോയതിന് ശേഷം സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ മാർക്കറ്റ് ഇതുപോലത്തെ ക്യാൻഡിൽസ് താഴേക്ക് ഇറങ്ങി വരും. സോ അന്നേരം നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ഓൾറെഡി ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഓക്കെ, അത് ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഈ ബോക്സിൽ ഈ ഏരിയ നടന്നെന്ന് വിചാരിക്കുക, ഇവിടെ നമ്മളുടെ ഈ ഒരു സംഭവം നടന്നെന്ന് വിചാരിക്കാം. അപ്പോൾ സോറി, അത് തെറ്റിപ്പോയി വരച്ചത്, കൺഫ്യൂഷൻ ആക്കണ്ട. ഇങ്ങനെ വന്ന് ലോ എടുത്തു, ഹൈ എടുത്തു, അതിനുശേഷം ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് പറ്റി? ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ദിസ് വാസ് എ പ്രൈസ് മാനിപ്പുലേഷൻ ഏരിയ, അല്ലേ? ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്, ഇത് ശ്രദ്ധിച്ചു കേട്ടാണ്. ദിസ് വാസ് എ പ്രൈസ് മാനിപ്പുലേഷൻ ഏരിയ ആൻഡ് പ്രൈസ് മാനിപ്പുലേഷൻ അവിടെ നടന്നു. ബട്ട് എൻട്രി മിസ്സായി, ഇറ്റ് ഈസ് ഗോയിങ് അപ്പ്, അല്ലേ? ലെറ്റ് ഇറ്റ് ഗോ, നോ പ്രോബ്ലം. അപ്പം ഇവിടെ നമ്മൾ നോക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ പ്രൈസ് മാനിപ്പുലേഷൻ നടന്ന ഏരിയ, യു ഡ്രോ ഇറ്റ് ആസ് എ ബോക്സ്. ഓക്കെ, അവിടെ നമ്മളൊരു ബോക്സ് വരയ്ക്കുന്നു. ബോക്സ് വരച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ബോക്സ് യു ആർ എക്സ്റ്റെൻഡിങ് ഇറ്റ്, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പ്രൈസ് കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ, ഇവിടെ ഈ ബോക്സ് നമ്മൾ എക്സ്റ്റെൻഡിങ് ഇറ്റ്. സോ നമ്മളുടെ എൻട്രി സെനാരിയോ ഓർ ദ നമ്മുടെ ഇതിൻ്റെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് സെറ്റപ്പിലോ അല്ലെങ്കിൽ ബെയറിഷ് സെറ്റപ്പിലോ എന്താണെങ്കിലും എൻട്രി മിസ്സാവോ, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഇത് വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് 50% വന്ന് മിറ്റിഗേറ്റ് ചെയ്തിട്ട് വീണ്ടും പോയിട്ട് സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ മാർക്കറ്റ് ഇറങ്ങി വരുമ്പോൾ ഈ ബോക്സിൽ വന്ന് ടച്ച് ചെയ്യാനോ അല്ലെങ്കിൽ അതിൻ്റെ 50% ഒരു കോൺസിക്വൻറ്റ് എൻക്രോച്ച്മെൻറ്റ് എൻട്രി പോലെ വന്നിട്ട് അറ്റ്ലീസ്റ്റ് ഇവിടം വരെയും വന്നിട്ട് മാർക്കറ്റ് റിജക്റ്റ് ചെയ്തിട്ട് ഈ ഒരു ക്യാൻഡിൽ ഇങ്ങനെ വന്ന് ഇവിടം വരെ വന്ന് ഇങ്ങനെ അറ്റ്ലീസ്റ്റ് ഒന്നെങ്കിൽ ഇവിടെ ഇതുണ്ട് ബിക്കോസ് ഇതിൻ്റെ ഈ നമ്മളുടെ പ്രൈസ് മാനിപ്പുലേഷൻ നടന്ന ഏരിയയുടെ 50%ഓളം മാർക്കറ്റ് ഇറങ്ങി താഴെ വരുമ്പോഴത്തേനും യു ഷുഡ് നോട്ട് വറി, ദിസ് ഈസ് ആൻ എൻട്രി സെനാരിയോ, മാർക്കറ്റ് ഈസ് ഷോയിങ് യു ആൻ എൻട്രി. ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദിസ് യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ, അതർവൈസ് യു വിൽ സീ ദാറ്റ് മാർക്കറ്റ് ഈസ് ഫോളിങ്, ഫിനിഷ്, ഗോൺ. അതാണ് നിങ്ങൾ ഇത്ര നാൾ മാർക്കറ്റിംഗ് കണ്ടോണ്ടിരുന്നത്. ദാറ്റ് ഇസ് വൈ യു ആർ നോട്ട് ഗെറ്റിംഗ് എൻട്രി ആൻഡ് യുവർ എൻട്രി ഈസ് ഗെറ്റിംഗ് റോങ് എവറി ടൈം ഇറ്റ് ഈസ് റോങ് ആൻഡ് യു വിൽ ബി മേക്കിംഗ് ലോസസ് ആൻഡ് ലോസസ്. കാര്യം പിടികിട്ടിയോ? അതാണ് സംഭവം. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് സോ നമ്മളിവിടെ എന്താണ് പഠിച്ചത്? രണ്ട് കൂട്ടം കാര്യങ്ങൾ നമ്മളിവിടെ പഠിച്ചു. സോ ഒന്ന്, ഓൺ എ പ്രീവിയസ് ഏരിയ പ്രൈസ് വിൽ ഇവൻച്വലി കം ബാക്ക് ആൻഡ് ഹിറ്റ് ദ ഏരിയ ഓൺ 50%, ഓർ ഇവിടെ വന്നിട്ട് ഇത് ടച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഈ ബോക്സിൻ്റെ മുകളിലാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ മാർക്കറ്റ് പിന്നെ മുകളിൽ പോയിട്ട് സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിൽ എപ്പോഴെങ്കിലും ഈ ഒരു ഏരിയ മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് ഇറങ്ങി വരും. ഷുവറായിട്ട് മാർക്കറ്റ് ഇറങ്ങി വന്നിരിക്കും. അതാണ് അതിനകത്തെ കാര്യം. അപ്പോൾ മാർക്കറ്റ് അങ്ങനെ മാർക്കറ്റ് ഇറങ്ങി വരുമ്പോൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. ബട്ട് നമ്മളുടെ എൻട്രി ടെക്നിക്കിൽ നമ്മളിവിടെ നോക്കുന്നുണ്ട് നമ്മളുടെ ആ സോങ്, ഇഫ് യു ക്യാൻ സിങ് ദാറ്റ് സോങ്, മനസ്സിലായോ? അപ്പം ആ സോങ് നമ്മളവിടെ സിങ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കണം. സോ ആർ യു ഗെറ്റിംഗ് ദ റിഫൈൻമെന്റ് ഓഫ് എൻട്രി സെനാരിയോ ഓർ നോട്ട്? ചിന്തിച്ചു നോക്കി, കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട് അല്ലേ? അപ്പം അത് കിട്ടണം, അതിനാണ്. അപ്പം വാട്ട് ഈസ് ദിസ് പ്രീവിയസ് ഏരിയ? പ്രീവിയസ് ഏരിയ ഈസ് എ ഏരിയ വെർ ദ മോസ്റ്റ് വോളിയം ആൻഡ് ദ മോസ്റ്റ് ട്രേഡിംഗ് സോൺ ഹാസ് ബീൻ ഡൺ. അതാണ് പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത്. അതായത് പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് നമ്മളത് ഏറ്റവും കൂടുതൽ വോളിയം നടന്നതും ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടന്നിരിക്കുന്നതുമായിട്ടുള്ള ക്വാണ്ടിറ്റി എക്സ്ചേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നതുമായിട്ടുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത്. മാർക്കറ്റ് അവിടെ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡിലേക്ക് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? അതിനുശേഷം വരുന്ന സബ്സീക്വന്റ് പുൾ ബാക്കിൽ ഓൺ എ ലോങ്ങർ ടൈം പീരിയഡ് ഓർ ഇവിടെ ഷോർട്ടർ ടൈം പീരീഡിലാണെങ്കിലും ഇങ്ങനെയുള്ള സ്വിംഗ് സ്ട്രക്ചറിനകത്ത് പ്രകാരം ഈ പ്രീവിയസ് ഏരിയയുടെ 50% ഭാഗത്ത് വന്ന് മാർക്കറ്റ് റിട്രേസ് ചെയ്ത് അവിടെ വന്നിട്ട് നേരെ തിരിച്ചു പോകുന്ന ആയിരിക്കും എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. അപ്പം ഇതിന് മുന്നോടിയായിട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്രാഫ് അല്ലെങ്കിൽ ചാർട്ട് ഇതുപോലെ ഓൺ എ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡിലാണ് വരുന്നതെങ്കിൽ ദിസ് ഈസ് നമ്മളപ്പോൾ അതിൻ്റെ ഹൈ ലോയും നമ്മളിവിടെ കണ്ടുപിടിക്കും. ഈ ഇതുപോലെ ഉള്ള ഒരു സ്ട്രക്ചറിലാണ് ഇത് വരുന്നതെങ്കിൽ, അതായത് 1, 2, 3, 4 എന്നുള്ള ഈ ഒരു സ്ട്രക്ചറിലാണ് വരുന്നതെങ്കിൽ അതിൻ്റെ റിവേഴ്സൽ നടക്കുന്നുണ്ടോ? മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലോ എവിടെയാണ്? ആ ലോ പ്രൊട്ടക്റ്റഡ് ആണോ? അതിനുശേഷം ഈ ലോ ബ്രേക്ക് ചെയ്തതിന് ശേഷം അവിടെ ഒരു ക്ലോഷർ നടന്നിട്ട് മാർക്കറ്റ് റിവേഴ്സൽ പ്രോസസ്സിലേക്കാണ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ സെൽ ആൻഡ് ബൈയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ബൈ ആൻഡ് സെല്ലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ദിസ് ഈസ് ദ ഫിനോമിന ആൻഡ് യു ആർ വാച്ചിങ് ഡീകോഡിംഗ് മാർക്കറ്റ് 5 ഓൺ യൂട്യൂബ് ചാനൽ, ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. നോബഡി വിൽ എക്സ്പ്ലെയിൻ യു ദിസ്. ഓക്കെ, അപ്പം ഇതാണ് കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ 2-3 കാര്യങ്ങൾ, വെൻ ടു ബൈ, ഐഡന്റിഫൈ ദ ട്രെൻഡ് ഓൺ എ ഹയർ ഹൈസ്. അപ്പോൾ ഈ ഐഡന്റിഫൈ ദ ട്രെൻഡ് ഓൺ എ ഹയർ ഹൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ തോന്നും. സോ ഇതൊരു ഹാപ്പൻഡ് ആക്ടിവിറ്റിയിൽ നമ്മളിപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേന് മാർക്കറ്റ് ഇവിടെ വരുമ്പോൾ നമ്മൾ എങ്ങനെ മേടിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഗ്രാഫ് ഇതുപോലെ തന്നെ ഇതിന് പുറകോട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഇപ്പം ഒരു ക്ലോൺ ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം. ഓക്കെ, ക്ലോൺ, ലെറ്റ് ഇറ്റ് കം ഡൗൺ. ഓക്കെ, ഇവിടെ ഇങ്ങനെ വരിക. അപ്പം ഈ ആക്ടിവിറ്റി ഇങ്ങനെ ഹയർ ഹൈ ഫോം ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും നമുക്ക് ഇവിടം വരെ ഉള്ളതെന്ന് വിചാരിക്കുക. സോ ഇവിടം വരെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയിലോട്ട് മാർക്കറ്റ് വരുമ്പോഴത്തേനും ഇവിടെ ഹൈ ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ മുകളിൽ കയറി നിൽക്കുക. നെക്സ്റ്റ് നമ്മുടെ എൻട്രി വരുന്ന എവിടെയാണ്? എൻട്രി വരുന്ന ഏരിയ പ്രീവിയസ് ഏരിയയുടെ 50% ഇറ്റ് ഷുഡ് മിറ്റിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള എൻട്രി റിഫൈൻമെന്റ് പ്രോസസ്സിനകത്ത് there are certain things to be followed. That is what I am explaining you from decoding market part 1, 2, 3, 4, 5. സോ എൻട്രിയുടെ റിഫൈൻമെന്റ് ഇപ്പം പ്രീറ്റ് ചെയ്ത് മനസ്സിലാക്കുന്നു. സോ ഇതിങ്ങനെ കാണുമ്പോൾ വളരെ ഈസിയാണ്. സോ വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഓൾ തിങ്സ് വി ഡിഡ്. വെൻ ടു ബൈ, ബൈയിങ് ഏരിയ ഓഫ് കോഴ്സ് ഓൺ ദ 50% ഓഫ് ദ പ്രീവിയസ് ഏരിയ ആൻഡ് ഐഡന്റിഫൈയിങ് ദ ട്രെൻഡ് ഓൺ ഹയർ ഹൈസ് യു നോ നൗ, അല്ലേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം മനസ്സിലായിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ നമ്മുടെ ചാനലിൽ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ഒരു നല്ലൊരു വീഡിയോ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. സോ അതേതാണ്? മാർക്കറ്റ് ഡയറക്ഷണൽ ബ്ലൂ പ്രിന്റ്. എവിടെ പോയി? ഇവിടെ കാണാം. അത് നിങ്ങൾ കണ്ടുപിടിക്കും, സമയം കളയണ്ടല്ലോ. ഓക്കെ, ഇതിനകത്തുണ്ട് മാർക്കറ്റ് ഡയറക്ഷണൽ ബ്ലൂ പ്രിന്റ്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് താഴെ ഇവിടെ എവിടെയോ ഉണ്ടല്ലോ, സ്ട്രക്ചറൽ അലൈൻമെന്റ്, മാർക്കറ്റ് റിവേഴ്സൽ പ്രഡിക്ഷൻ, മാർക്കറ്റ് ഡയറക്ഷണൽ ബ്ലൂ പ്രിന്റ്. എവിടെ പോയി? ഇവിടെ കിടപ്പുണ്ട്. നിങ്ങളത് കണ്ടുപിടിച്ചാൽ മതി. എനിവേ ഇതെല്ലാം കാണുമല്ലോ. സോ അതാണ് അതിനകത്തെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പം ഇവിടെ വന്ന് നമ്മൾ നോക്കുന്നത് എന്താണ്? അത് ഇതിനകത്ത് ഡയറക്ഷണൽ ബ്ലൂ പ്രിന്റിനകത്ത് ഇതിൻ്റെ സ്ട്രക്ചറൽ ഓർഡർ ഫ്ലോയും കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ട്. സോ ദിസ് ഈസ് എന്താണ് നമ്മളുടെ ഇത് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ എൻട്രി സെനാരിയോയിലേക്ക് നമ്മളെ നയിക്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എൻട്രി എടുക്കുന്നത് എത്ര റിഫൈൻമെൻറ്റോട് കൂടിയാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്, ആ സമയത്ത് നമ്മുടെ തോട്ട് പ്രോസസ്സ് എന്തായിരിക്കണം, ഈ കാര്യങ്ങളെല്ലാമാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കുന്നത് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നമ്മൾ നോക്കുന്നു. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ടിൽ നോക്കുമ്പോഴത്തേനും വാട്ട് ഈസ് ദിസ്? 3 മിനിറ്റിൻ്റെ സ്ട്രക്ചർ. ഇനി എന്താണ് പറയാൻ പോകുന്നത്? ഇവിടെ നമ്മൾ വോളിയം അങ്ങ് കളഞ്ഞേക്കാം. അപ്പോൾ ഇവിടെ 28 ഡിസംബർ, ഇത് 3 മിനിറ്റിൻ്റെ ചാർട്ട്. ഓക്കെ, സോ എന്താണ് സംഭവം? ഇവിടുന്ന് മാർക്കറ്റ് ഇവിടുന്ന് ഓണെ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ് വരുന്നുണ്ടല്ലോ സംഭവം. ഹൈ ലോ ഹൈ ലോ. ഇത് ഞാൻ ചുമ്മാ മാർക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇവിടെ വന്ന് മാർക്ക് ചെയ്തു, ഇവിടെ വന്നു, പിന്നെ ഇങ്ങനെ പോകുന്നു, അതിനുശേഷം താഴോട്ട് വരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറൽ ഡൈനാമിക്സ് കാണുമ്പോൾ വാട്ട് വിൽ യു അണ്ടർസ്റ്റാൻഡ്? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ചുമ്മാ ഇത് നോക്കുമ്പോഴത്തേനും ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മളിപ്പം നിങ്ങളിത് പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് നോക്കുന്നത്? ഇങ്ങനെ വരുന്നു, എങ്ങോട്ടൊക്കെ പോകുന്നു, അല്ലേ? എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ആർക്കറിയാം? അറിയത്തില്ല, ഒന്നും മനസ്സിലാവുന്നുമില്ല, അല്ലേ? ദിസ് ഈസ് വാട്ട് നമ്മളെല്ലാവർക്കും പറ്റുന്ന പ്രശ്നമാണിത്. എനിക്കും പറ്റിയായിരുന്നു. നമ്മൾ 3-4 വർഷം ഞാൻ വെറുതെ കളഞ്ഞു ഇങ്ങനെ കുറച്ച് ട്രെൻഡ് ലൈനും കാര്യങ്ങളും ഒക്കെ പഠിച്ച്. അപ്പം പിന്നെ കുറച്ച് നമ്മുടെ ഇൻഡിക്കേറ്റർ സ്ട്രാറ്റജികൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ച് വെറുതെ സമയം കളഞ്ഞു. അപ്പോൾ അതൊന്നും അല്ല സംഭവം. അപ്പോൾ നമ്മളിവിടെ നോക്കേണ്ടത് എന്താണ്? ഇവിടെ നോക്കേണ്ടത് മാർക്കറ്റ് ഈസ് ഓൺ എ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ്. ഓക്കെ, സി ഇവിടുന്ന് നമ്മളൊരു ലൈൻ ഡ്രോ ചെയ്യുകയാണെങ്കിൽ ഇവിടം വരെയും വന്നു, അല്ലേ? ഓൺ എൻ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ് ആണല്ലോ. ഇനി നൗ ലെറ്റ് us look into this scenario. ഇവിടെ നോക്കി, അതിനുശേഷം ഇവിടെ ഈ ഹൈ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു? ഇവിടെ ഈ ഹൈ, ഇവിടെ ഒരു ഹൈ വന്നു, അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്നു. സോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ഹൈ വന്നു, അതിനുശേഷം ഒരു പുൾ ബാക്ക് വന്നു. സോ ദിസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഏത്? ഇവിടെ ഇതുണ്ടോ? ഇത് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് വന്നു, അതിനുശേഷം ഇവിടെ വന്നു, ഇവിടെ ഒരു പുൾ ബാക്ക് വന്നു, അതിനുശേഷം മുകളിലേക്ക് മാർക്കറ്റ് കയറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അല്ലേ? ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വെരി സോറി, ഇത് വരച്ചോണ്ടിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് തെറ്റിപ്പോവും. അപ്പോൾ ഇങ്ങനെ വന്നു, ഹൈ വന്നു, ഇവിടെ ലോ വന്നു, ഇവിടെ ഹൈ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു, പിന്നെ ഇങ്ങനെ താഴെ ഇറങ്ങി വരുന്നു, അല്ലേ? ഇതല്ലേ സ്ട്രക്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മളുടെ ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? പുൾ ബാക്ക് നടന്നിരിക്കുന്ന ആ സ്വിംഗ് സ്ട്രക്ചർ. ദിസ് ആൻഡ് ദിസ് ഇസ് ദ പ്രീവിയസ് ഏരിയ വേർ ദ മോസ്റ്റ് വോളിയം ട്രേഡിംഗ് ഹാപ്പൻഡ്. ആണോ? അപ്പം ആണോ അല്ലേ? നമുക്ക് ജസ്റ്റ് ഫിബിട്ട് ചുമ്മാ നോക്കി നോക്കാം. ഞാൻ നോക്കിയില്ലായിരുന്നു കേട്ടോ. സോ നമ്മളുടെ പ്രീവിയസ് ഏരിയ ഇവിടെ ഹൈ വരാൻ വന്നല്ല. അപ്പം നമ്മളുടെ ഈ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ബോക്സ് സ്ട്രക്ചർ ഇവിടെ വരുന്നതാണ് നമ്മുടെ പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത്, അല്ലേ? ഇത്രയാണ് ഈ ബോക്സിനകത്ത് ഉൾക്കൊള്ളുന്ന ക്യാൻഡിൽസ് എല്ലാമാണ് പ്രീവിയസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴത്തേനും ഇവിടെ നമ്മൾ ഇവിടുന്ന് ഇവിടം വരെ നോക്കിക്കേ. സോ ഏറ്റവും മോസ്റ്റ്ലി നടന്നിരിക്കുന്ന POC ലൈൻ ഈ ബ്ലാക്ക് ലൈൻ ആണല്ലോ. ഇതുണ്ടോ? ഈ ബ്ലാക്ക് ലൈനാണ് അവിടെ ഇവിടുത്തെ ഈ ഏരിയയിൽ നടന്നിരിക്കുന്നത്. ഇത് ഞാൻ ചുമ്മാ ജസ്റ്റ് ഇട്ടെന്നുള്ളൂ കേട്ടോ, ഒരു അഡീഷണൽ. സോ നമ്മളെ സംബന്ധിച്ച് മോസ്റ്റ് വോളിയം
നടന്നിരിക്കുന്ന ഈ സ്ട്രക്ചറിനകത്ത്, ബിക്കോസ് ഇത് ഹൈ വന്നിട്ട് ഒരു കറക്ഷണൽ മൂവ് നടക്കുമ്പോഴത്തേനും അവിടെ കുറേ വോളിയം നടക്കുന്നുണ്ട്. സോ ഈ ഏരിയയുടെ 50% എന്ന് പറയുന്നതാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. അതല്ലേ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, മറന്നുപോയില്ലല്ലോ. ഇവിടെ ഈ ഏരിയയുടെ 50%, ഈ പ്രീവിയസ് ഏരിയയുടെ 50% ആണ് നമ്മളെ സംബന്ധിച്ചുള്ള സംഭവം. അപ്പോൾ ഇതിൻ്റെ 50%, എന്തിൻ്റെ ആണെങ്കിലും 50% എന്ന് പറഞ്ഞാൽ അതിന് കറക്റ്റ് എക്സാക്ട്ലി നടക്കൂടെ ഒരു വരയിടുന്നതാണ് 50% എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ 50% എന്ന് പറയുന്നത്. സോ നമ്മുടെ തിയറി പ്രകാരം ആൻഡ് ആക്ച്വൽ ഓൺ എ ലൈഫ് സിനാരിയോ എന്ത് സംഭവിക്കും, ഈ ദിസ് 50% will be mitigated on the subsequent movement. So when the price is coming down here, നമ്മൾ എന്താ വിചാരിക്കുന്നത്, അഗെയിൻ ലോകാവസാനം, ഇറ്റ്സ് എ ലൈറ്റർ പാർട്ട് ഓഫ് ദ സ്റ്റഡി. ഓക്കെ, നിങ്ങൾക്ക് ഇടയ്ക്കൊന്ന് ചിരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതുള്ളൂ. അപ്പോൾ ലോകാവസാനമാണോ ഇവിടെ? അല്ല, നമ്മളെ സംബന്ധിച്ച് ലോകാവസാനം, ബിക്കോസ് യു ആർ എ ട്രേഡിംഗ് സീക്രട്സ് പ്രൊഫഷണൽ ട്രേഡർ. സോ വാട്ട് വിൽ യു അണ്ടർസ്റ്റാൻഡ്? എന്താണ് മനസ്സിലാകുന്നത്? ദിസ് ഈസ് എ മിറ്റിഗേഷണൽ മൂവ് വിത്ത് ദ പ്രീവിയസ് ഏരിയ. മനസ്സിലായോ? ഇത് ഈ വരുന്ന വരവ് അല്ലെങ്കിൽ ഇവിടെ പ്രൈസ് റിജക്ഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് എ മിറ്റിഗേഷണൽ മൂവ്. ദിസ് ഈസ് ഹൗ യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ചാർട്ട്. മനസ്സിലായോ? അല്ലാതെ പ്രൈസ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴത്തേന് ഇനിയും പ്രൈസ് താഴെ പോകും, ഇനിയും പ്രൈസ് താഴെ പോകും എന്നുള്ളതല്ല. സോ ദിസ് വിൽ ഹെൽപ്പ് യു ടു സെറ്റ് ഔട്ട് ദ ടാർഗറ്റ്. മനസ്സിലായോ? അപ്പോൾ എൻട്രി സെനാരിയോ ആൻഡ് ദ ടാർഗറ്റ് മിറ്റിഗേഷൻ യു ആർ ഗെറ്റിംഗ് ഇറ്റ്. സോ ഇതാണ് ട്രേഡിന്റെ ലോജിക് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ നമ്മൾ എൻട്രി എടുത്തതിന് ശേഷം ഞാൻ ഈ ട്രേഡിന്റെ ഈ ഒരു കൺസെപ്റ്റ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യാതെ ഹൗ ക്യാൻ ഐ ടെൽ യു വാട്ട് ഈസ് എ ട്രേഡ് ലോജിക് വെൻ യു സീ മൈ എൻട്രി സെനാരിയോസ് ഓർ നമ്മൾ ഒരു എൻട്രി മാർക്ക് ചെയ്തതിന് ശേഷം അയച്ചു കഴിയുമ്പോഴത്തേന് ഇതിന്റെ ലോജിക് എന്ന് പറയാമോ? പെട്ടെന്ന് വേണം ലോജിക് വാട്ട് ലോജിക് ഐ വിൽ ടെൽ യു. അപ്പം നമ്മൾ ലോജിക് വേണമെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ തിയറി പാർട്ട്, യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ് ഓൺ ദ ചാർട്ട്, യു ഹാവ് ടു ലുക്ക് ഇൻ ടു ദ ചാർട്ട് ഇൻ സച്ച് എ വേ that chart will show you some scenarios. അവിടെയാണ് സംഭവം. അപ്പോൾ എല്ലാവരും പറയും നമ്മൾ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടും എന്ന് പറയുന്നത്. നോബഡി ക്യാൻ എക്സ്പ്ലെയിൻ ദിസ്, ബിക്കോസ് ദിസ് ഐഡിയ എനിക്ക് കിട്ടിയത് എപ്പോഴാണ്? ആഫ്റ്റർ 7 years ഓഫ് എക്സ്പീരിയൻസ് ഇൻ ദ മാർക്കറ്റ്. ബിക്കോസ് സി എന്താണ് നമ്മൾ ലോജിക്കലി എന്താണ് ഇത് കണക്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ലോജിക്കലി എന്താണ് കണക്ട് ചെയ്യുക? ട്രേഡിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് വാല്യുവേഷൻസ്, ആൻഡ് ദീസ് വാല്യുവേഷൻസ് there will be losing ഇവിടെ മാർക്കറ്റ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് കയറി പോകുമ്പം ഓട്ടോമാറ്റിക്കലി there will be losing positions created by the by the institutions. Okay, those losing positions will be closed out on the subsequent movement, and that activity is നമ്മൾ വിളിക്കുന്ന പേരാണ് മിറ്റിഗേഷണൽ മൂവ് is nothing but അത് എന്താണ്, മാർക്കറ്റ് താഴേക്ക് വരുന്നത് സബ്സീക്വന്റ് മൂവ്മെന്റിൽ ഈ പ്രീവിയസ് ഏരിയ മിറ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന മൂവ്മെന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു ഡൗട്ട് ചോദിക്കും, ഓക്കെ നിങ്ങളിപ്പോൾ ഈ കാണിച്ചു തന്നിരിക്കുന്ന സെനാരിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റിന്റെ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു പോർഷനിൽ എടുത്ത് കാണിച്ചു വെച്ചിരിക്കുകയാണെന്നാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഓഫ് കോഴ്സ്, വൈ നോട്ട്? വാട്ട് ഈസ് ദ പ്രോബ്ലം? ബിക്കോസ് യു കനോട്ട് ടേക്ക് എവറിത്തിങ് ഫ്രം ദ മാർക്കറ്റ് വിൽ ഷോ യു സോ മെനി തിങ്സ്. ഓൺലി എ പോർഷൻ ഓഫ് ദ ഐറ്റം യു ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം ദ മാർക്കറ്റ്. സോ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ദാറ്റ് ഇസ് വാട്ട് യെസ്റ്റർഡേ ഐ ടോൾഡ് യു. Less is more what? You plan for a better entry, and once you get into the entry, you get a good target. See, ingota ponnu noki. So market will bless you like anything. So wait for this opportunity to grab it. Oru ദിവസം ട്രേഡ് ചെയ്തതിൽ നോർത്ത് nothing will happen. See, on some days you sleep well. നമ്മൾ ഈ ഇതുപോലെ എല്ലാ ദിവസവും കിടന്ന് മരിച്ചു കിടന്ന് ട്രേഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. സംടൈംസ് നമുക്ക് നല്ല ഗുഡ് ഓപ്പർച്യൂണിറ്റി കിട്ടും, അങ്ങനെയെല്ലാം കിട്ടും. സോ എന്തുകൊണ്ടാണ് ഞാൻ ഈ ഓഫ് ടോപ്പിക് ആയിട്ട് സംതിങ്സ് ആർ കമ്മിങ് അപ്പ്? ബിക്കോസ് നമ്മൾ ഈ മാർക്കറ്റ് ഡയറക്ഷണൽ നമ്മളുടെ ഈ ചാനലിൽ നമ്മൾ ഈ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീകോഡിംഗ് മാർക്കറ്റ് സീരീസ് 1, 2, 3, 4, 5 മേ ബി 6 or 7. വൺസ് ഇറ്റ് ഈസ് കംപ്ലീറ്റഡ് യു ഹാവ് ടു സ്റ്റാർട്ട് ട്രേഡിങ്. അല്ലേ, നമ്മൾ ട്രേഡിങ് തുടങ്ങുവാണ്. ട്രേഡിങ് തുടങ്ങുമ്പം നിങ്ങൾ ട്രേഡിങ്ങിൽ അൾട്ടിമേറ്റ്ലി ഞാൻ പറഞ്ഞില്ല ഒരു വീഡിയോ കൂടെ വരുന്നുണ്ട്, ഏതാണ് നമ്മുടെ ഇമോഷണൽ മാനേജ്മെന്റ്. അതിനകത്ത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ തിങ്സ് ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ, ഈ മോസ്റ്റ് ഓഫ് ദ തിങ്സിനകത്ത് ചെറിയ ചെറിയ പോയിന്റ്സുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ട്രേഡിങ്ങിൽ പാലിക്കപ്പെടേണ്ടതായിട്ടുള്ള ഡിസിപ്ലിൻ, ഓൾസോ സം മര്യാദകൾ നമ്മൾ അതിനകത്ത് പാലിക്കപ്പെടണം. ആ പാലിക്കപ്പെടേണ്ട കാര്യങ്ങളെ പറ്റിയാണ് ഇപ്പോൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടതിന് ശേഷം അത് മറന്നു പോകുക എന്നുള്ളതല്ല ഇതിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കീ ടേക്ക് അവേ എടുക്കുക. ബിക്കോസ് ഐ വാണ്ട് യു ടു ബി എ പ്രൊഫഷണൽ ട്രേഡർ. ഒരു ഓർഡിനറി ട്രേഡർ ആകാനാണ് ഈസിയാണ്. You can buy anywhere, you can sell anywhere, no problem. That is an ordinary trader. I want you to become a professional trader. അതിനാണ് ഇതിന് മാത്രം പാടെടുത്ത് ഇതെല്ലാം പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? ഇവിടെ നമ്മളുടെ ഈ പ്രീവിയസ് ഏരിയ വിൽ ബി മിറ്റിഗേറ്റഡ് 50% ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യും എന്നാണ് നമ്മൾ പറയുന്നത്. സോ അത് ഐഡിയ ക്ലിയർ ആയല്ലോ. അപ്പം ഇവിടെ വന്ന് മിറ്റിഗേറ്റ് ചെയ്യും. അപ്പോൾ അതിനുശേഷം നമുക്കൊരു ഗുഡ് ടാർഗറ്റ് കിട്ടി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ഫ്രെയിം വർക്ക്. ഇനി നമ്മൾ നോക്കുന്നത്, സോ
ഇത് എന്നത്തെയാണ്? സോ ഇത് സപ്പോസ് ഇതെന്നാണ്? ഇത് 27 ഡിസംബർ, ഇന്നലത്തെ. ഇന്നിപ്പോൾ 28 അല്ലേ? ഇന്ന് 28, ഇത് 28 28 ഇന്നത്തെ ദിവസത്തെ ട്രേഡിംഗ് ആണ്. സോ മാർക്കറ്റ് വാസ് എഗെയിൻ ഓൺ എ കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ്. വാട്ട് ഹാപ്പൻ? ഇവിടെ തുടങ്ങി ഇവിടം വരെ വന്നു. ദെനെ മിറ്റിഗേഷൻ, ദെനെ പുൾ ബാക്ക് സെനാരിയോ. പുൾ ബാക്ക് എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇവിടെ ഈ പുൾ ബാക്ക് എന്ന് പറയുന്നത് ബിക്കോസ് മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പോയി അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പുൾ ബാക്ക് എന്ന് പറയുന്നത്. സോ ദിസ് ഏരിയ ബിക്കം എ പുൾ ബാക്ക് ഏരിയ വേർ ദിസ് ഈസ് ദ ഏരിയ. സോ ഇനി സബ്സീക്വന്റ് മൂവ്മെന്റിൽ, ഇനി അടുത്ത കറക്ഷണൽ മൂവ്മെന്റിൽ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇതാണ് മാർക്കറ്റ് ഇവിടം വരെ വന്ന് ഇപ്പോൾ ഉണ്ട്. ഓക്കെ, സബ്സീക്വന്റ് മൂവ്മെന്റിൽ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 29th മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് വരുമല്ലോ, മാർക്കറ്റ് ഇങ്ങോട്ട് വരും. ഓക്കെ, ദെൻ ഇറ്റ് വിൽ ടേക്ക് സപ്പോർട്ട് ഫ്രം ഹിയർ ആൻഡ് ഗോ ലൈക്ക് ദിസ്. മേ ബി ഇതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, നമുക്കറിയത്തില്ല. ഇനി ഇത് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് ഞാൻ റെഡിയാക്കി വെച്ചേക്കാം. 29th തീയതി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇത് വരുന്നത്. അപ്പം ഇനി ഞാനത് ഇത് കറക്ഷനൊന്നും ഞാൻ പോകുന്നില്ല. അപ്പം ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ കാര്യങ്ങൾ വരുന്നത്. പക്ഷേ നമുക്കിവിടെ ക്യാൻ യു ടേക്ക് എൻട്രി ഹിയർ? നമ്മൾ ബ്ലൈൻഡായിട്ട് നമുക്കറിയത്തില്ല, മേ ബി ഇവിടുന്ന് പിന്നെ ഫോളോ ചെയ്താലോ. അപ്പം ഇവിടെ നമ്മൾ എൻട്രി സെനാരിയോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്താണ്? ദാറ്റ് ലിറ്റിൽ ട്രേഡിംഗ് സീക്രട്ട് ഏതാണ്? നമ്മുടെ ആ സോങ്. ഓക്കെ, ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ടേക്കൻ, അങ്ങനെ അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഇവിടെ റിപ്പീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ, അതിനുശേഷം എൻട്രി കിട്ടിയില്ലെങ്കിൽ സാറില്ല, സബ്സീക്വന്റ് മൂവ്മെന്റ് ആണ് പുൾ ബാക്ക്, യു ക്യാൻ ജോയിൻ ദ എൻട്രി. നോ, ഡോണ്ട് വറി, ഹറി ആൻഡ് വറി വേണ്ട. നമ്മളെ സംബന്ധിച്ച് വെരി സ്ലോലി പീസ്ഫുള്ളി പുട്ട് ദ ഓർഡർ, ലിമിറ്റ് ഓർഡർ, അല്ലാതെ മാർക്കറ്റ് ഓർഡർ ഇട്ട് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലിമിറ്റ് ഓർഡറിൽ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം എൻട്രി പുഷ് ഫിനിഷ്. മനസ്സിലായി? അല്ലെങ്കിൽ യു കനോട്ട് ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ എൻട്രി കറക്റ്റ് ആണെങ്കിൽ, നമ്മൾ ചിന്തിക്കുന്ന പ്രോസസ്സ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ആ ട്രേഡിനകത്ത് നിൽക്കാൻ പറ്റും. ഈവൻ അവിടുന്ന് സ്റ്റോപ്പ് ലോസ് പോയെന്ന് വിചാരിക്കുക, 10-30 പോയിന്റ് സ്റ്റോപ്പ് ലോസ് പോയെന്ന് വിചാരിക്കുക, പോട്ടെ, നോ പ്രോബ്ലം. യു വിൽ ബി കണ്ടിന്യൂസ്ലി ഡൂയിങ് ദ പ്രോസസ്. ആ പ്രോസസ്സിൽ യു ആർ എയിമിങ് എ ഗുഡ് ടാർഗറ്റ് വിത്ത് എ സ്മോൾ സ്റ്റോപ്പ് ലോസ് എവറി ടൈം. നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ പ്രാവശ്യം മാർക്കറ്റ് നമ്മളെ പറ്റിച്ചേച്ച് പോകത്തൊന്നുമില്ല. സംടൈംസ് മാർക്കറ്റ് വിൽ ബ്ലെസ് യു ലൈക്ക് എനിത്തിങ്. സംടൈംസ് മാർക്കറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് എടുത്തുകൊണ്ട് പോകും, പോട്ടെന്ന്, നോ പ്രോബ്ലം. ഓക്കെ, അങ്ങനെ കൂട്ടിയാൽ നമ്മൾ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു സെനാരിയോ വന്നു. സോ ഇനി എവിടെ വന്നു? ഇനി നമ്മൾ നോക്കുന്നത് ഡൗൺ ട്രെൻഡിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ അതും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ ഒരു കാര്യം ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഓൺ എ ഡൗൺ ട്രെൻഡ്. ഡൗൺ ട്രെൻഡിൽ എന്താണ് സംഭവിച്ചേക്കുന്നത്? ഡൗൺ ട്രെൻഡിൽ നമുക്ക് ഇതേ സെയിം സെനാരിയോ കാണണ്ടേ? സോ ഡൗൺ ട്രെൻഡിൽ വാട്ട് ഈസ് ഹാപ്പനിങ്? ഇവിടെ ഡൗൺ ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ ഒരു ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ പുൾ ബാക്ക്. ഇവിടെ വരെ വന്നില്ലേ? ദെൻ ഇറ്റ് ഈസ് കമ്മിങ് ഡൗൺ. ഇങ്ങനെയല്ലേ പോകുന്നത്? അപ്പം ഇതൊരു ഡൗൺ ട്രെൻഡ് ആണല്ലോ സംഭവം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഇതൊരു പുൾ ബാക്ക് ഏരിയ ആണ്. ഇതൊരു പുൾ ബാക്ക്, ഇതാണ് അതിൻ്റെ ലോ അല്ലേ? ദിസ് ടു ആർ ദ ഹൈ ആൻഡ് ലോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ പുൾ ബാക്ക് ഏരിയ എന്ന് പറയുന്നത് ഇതാണ്. ഈ ക്യാൻഡിലിൻ്റെ ഹൈ കൂടെ നോക്കുമ്പോൾ ഇതാണ് നമ്മളുടെ പുൾ ബാക്ക് ഏരിയ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു? അതിനുശേഷം മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം താഴേക്ക് പോയി അല്ലേ? ഇവിടെ വന്നതിന് ശേഷം എന്ത് പറ്റി? മാർക്കറ്റ് താഴേക്ക് വന്നു, അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും താഴേക്ക് വരുവാണ്. താഴേക്ക് വരുമ്പോഴത്തേനും നമ്മളെ സംബന്ധിച്ചിട്ടുള്ള നമ്മളുടെ ഐഡിയൽ ഏരിയ എന്ന് പറയുന്നത് ഏതായിരിക്കും? ഈ ബോക്സിന്റെ 50% എന്ന് പറയുമ്പോൾ ഇതിന്റെ നടുക്കൂടെ ഒരു വര വരച്ചാൽ പോരെ? ഇതൊരു 50% അല്ലേ? സംശയമുണ്ടോ? അപ്പോൾ ഇവിടെ ഫിബ് വരച്ച് നോക്കുന്നു, ഇത് നോക്കിയേ 50%, എക്സാക്ട്ലി 50% അല്ലേ ആ നടുക്കൂടെ പോയേക്കുന്ന വര? ഇത് ഇവിടെ. അപ്പോൾ ഇതിന്റെ നടുക്കൂടെ പോയേക്കുന്ന വരയാണ് 50% എന്ന് പറയുന്നത്. അപ്പോൾ അപ് ട്രെൻഡിലേക്ക് പോകുന്ന മാർക്കറ്റ് ഇവിടുന്ന് പുൾ ബാക്ക് വന്നതിന് ശേഷം മുകളിലേക്ക് പോയി. മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ട് വീണ്ടും പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് വരുവാണ്. താഴേക്ക് വരുന്ന കഴിയുമ്പോഴത്തേന് ഈ 50% ഇവിടെ പ്രൈസ് പുൾ ബാക്ക് നടത്തി. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയി. ഇതുണ്ടോ? പിന്നെ ടാർഗറ്റ് ഇവിടെ ഈ ആ 50% കൃത്യം ആ ലൈനിൽ തന്നെ വീണ്ടും ഇതെടുത്തു. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ലോവർ ടൈം ഫ്രെയിമിൽ എന്ത് സംഭവിച്ചു എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് എന്നത്തെ ഡേറ്റ് ആണ്? 22 നവംബർ. സോ 22 നവംബറിൽ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം. അപ്പോൾ ഇത് കളയാം. സോ ദിസ് വാസ് അവർ 50%. ഇവിടെയാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ബോക്സിൽ നമുക്ക് നോക്കാം. അല്ല, ഇത്ര മതി. ഇതല്ലേ നമ്മുടെ താഴേക്ക് വന്ന ഏരിയ. സോ ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ക്രിയേറ്റഡ്. ഇവിടെ നമുക്കത് കിട്ടുന്നില്ല. സോ നമ്മളിവിടെ 1 മിനിറ്റ്, ഇത് സമയം എത്രയാണ്? 22 നവംബർ. ഓക്കെ,
അപ്പോൾ 1 മിനിറ്റിൻ്റെ നമുക്ക് നോക്കാം. 1 മിനിറ്റ് 22 നവംബർ. ഇതാണ്. അപ്പോൾ നമ്മൾ 22 നവംബറിൽ ഇതാണ് നമ്മുടെ ഏരിയ എന്ന് പറയുന്നത്. ഇതുണ്ടോ ഈ ബോക്സ്. സോ നമുക്ക് ഒരു 10 സെക്കൻഡ്സിൻ്റെ അവിടെ നോക്കാം. ഒന്നും കൂടെ നോക്കാം. 22 നവംബർ കിട്ടുമെന്ന് അറിയത്തില്ല. ഓക്കെ, ഇവിടെ വരെ വന്നു. 15th ഡിസംബർ വരെ കിട്ടുള്ളൂ. കണ്ടോ, അതിന് അവിടെ വരെ കിട്ടത്തില്ല. സോ അതെങ്ങനെ കാണിച്ചു തരും. സോ നോ പ്രോബ്ലം. ഇവിടെ ഇവിടെ വന്ന് ലോയസ്റ്റ് ക്രിയേറ്റഡ് ഇവിടെ കിട്ടുന്നില്ല. അത് നമുക്ക് പ്രോപ്പറായിട്ടുള്ള എൻട്രി ചില സമയങ്ങളിൽ കറക്റ്റായിട്ട് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ എനിവേ നമുക്ക് സമയം കളയാനില്ല. സമയം എത്രയായി? 50 മിനിറ്റോളായി. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബേസിക്കലി നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ആ ഒരു 50% അവിടെ വരുമ്പോഴത്തേനും പ്രൈസിൻ്റെ ആക്ഷൻ നമ്മൾ പറയുന്ന പാറ്റേണിക് മൂവ്മെൻറ്റിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അതിനുശേഷം പ്രൈസ് അവിടെ ഒരു പുൾ ബാക്ക് നടത്തി വെച്ച് മുകളിലേക്ക് കയറി പോവുകയും ചെയ്യുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു പ്രൈസ് മുകളിലേക്ക് കയറി പോവുകയും ചെയ്ത് കഴിഞ്ഞിട്ട് ആ സബ്സീക്വൻറ്റ് പുൾ ബാക്കിലാണെങ്കിൽ പോലും നമുക്ക് എൻട്രി ഉണ്ട്. ഈവൻ നമുക്കത് ഇമ്മീഡിയറ്റ്ലി ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് അവിടെ എൻട്രി ഉണ്ട്. ഇൻ കേസ് നമ്മൾ ഇച്ചിരി റിസ്ക് ഒക്കെ എടുക്കാൻ ആപ്പിറ്റൈറ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. ഒന്ന്, ക്വാണ്ടിറ്റി പൊസിഷൻ സൈസിങ് വെച്ചിട്ട് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ചില സമയങ്ങളിൽ നമുക്ക് സ്കാൽപ്പിംഗ് എൻട്രിക്ക് എനിവേ നമുക്ക് പെട്ടെന്ന് നമുക്കൊരു സ്കാൽപ്പിംഗ് വേണമെങ്കിൽ അവിടെ ചെയ്തിട്ട് എക്സിറ്റ് ആയിട്ട് പോകാൻ പറ്റും. ഒരു 10,2,500 രൂപ അല്ലെങ്കിൽ 3,000 രൂപയൊക്കെ ഒരു 2 ലോട്ടോ 3 ലോട്ടോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് എക്സിറ്റ് ആവുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് ആ എൻട്രി നമ്മൾക്ക് ഇവിടുത്തെ ആ പാറ്റേൺ പ്രിന്റിങ് ഈസ് നോട്ട് കംഫർട്ടബിൾ എന്ന് തോന്നുവാണെങ്കിൽ യു ജോയിൻ വിത്ത് എൻട്രി വിത്ത് 1 ലോട്ട്. സപ്പോസ് നമ്മൾ 5 ലോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ യു ജോയിൻ വിത്ത് 1 ലോട്ട്. അവിടെ നിന്ന് ഒരു ഇതെടുത്ത് നോക്കുക. അതിന് തൊട്ട് നമ്മൾ മാർക്കറ്റിൻ്റെ പാറ്റേണിക് മൂവ്മെൻറ്റ് ഇവിടെ വീണ്ടും പ്രൈസ് ഇവിടെ ടാപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഹോൾഡ് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി ട്രെയിൽ ചെയ്യരുത്. വെച്ചാൽ നമ്മൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുക. മാർക്കറ്റ് പോവുകയാണെങ്കിൽ പോട്ടെന്ന് നോക്കുക. കിട്ടുവാണെങ്കിൽ കിട്ടി, അല്ലെങ്കിൽ കോസ്റ്റ് സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ വീണ്ടും പ്രൈസ് നമ്മൾ ഈ കണ്ടുവച്ചിരിക്കുന്ന ലെവൽസിൻ്റെ താഴെ, അതായത് ഇവിടെയാണ് അവിടെ ലാസ്റ്റ് വന്നിരിക്കുന്നത്, അതിൻ്റെ താഴെ വീണ്ടും പ്രൈസ് ടാപ്പ് ചെയ്യുവാണെങ്കിൽ എക്സിറ്റ് ചെയ്തേക്കാം അന്നേരം തന്നെ. നത്തിങ് ടു ലൂസ്. മേ ബി ചെറിയൊരു ബ്രോക്കറേജ് എന്തെങ്കിലും പോവുള്ളൂ. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ബലം പിടിക്കരുത്. ബിക്കോസ് നമ്മൾ ബലം പിടിക്കുന്ന മാർക്കറ്റിൽ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ബലം പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആക്ച്വലി വി ആർ ഡൂയിങ് എ സ്റ്റുപ്പിഡ് തിങ്സ് അല്ലേ? ഫൂളിഷ്നെസ് ആണത്. ബിക്കോസ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു ഞാനും ഈ ഫൂളിഷ്നെസ് ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളെ ആരും ഇൻസൾട്ട് ചെയ്യല്ല കേട്ടോ. ഞാൻ പറയുന്നത് നമ്മൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ സ്റ്റോപ്പ് ലോസിനെ പിടിച്ച് ബലം പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നമ്മൾ എടുത്തിരിക്കുന്ന എൻട്രി ഏരിയ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കറക്റ്റ് അല്ലേ? അപ്പം നമ്മൾക്ക് ഷുവർ അല്ലാത്തതും നമ്മളെ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യും അല്ലാത്ത ഒരു ഏരിയയിൽ പോയി ഇരുന്നേച്ച് എൻട്രി എടുത്തേച്ച് അവിടുന്ന് മാർക്കറ്റ് താഴോട്ട് മുകളിലേക്ക് പോകായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയിരുന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പോവോ? ഇല്ല. ബിക്കോസ് നമ്മുടെ എൻട്രി സെനാരിയോസിനോ നമുക്ക് അവിടെ ഒരു ട്രേഡിംഗ് പ്രോസസ്സ് ഇല്ല എന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ നോർമലി ട്രേഡ് ചെയ്യുന്ന ആ ഒരു സംഭവങ്ങൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇല്ലെന്ന് ഓർത്തു. ഞാനും ഇങ്ങനെ ട്രേഡിംഗ് പ്രോസസ്സ് ഒന്നും ഇല്ലാതെ കുറേ നാൾ ഞാനും ട്രേഡ് ചെയ്തതാണ്. അങ്ങനെ മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെ ഞാനും കാണിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ വർഷങ്ങളെടുത്തു. ആ ഒരു അത്രയും ടൈം പീരീഡ് നിങ്ങൾ ആരും എടുക്കാൻ പാടില്ല. ബിക്കോസ് ഐ വാണ്ട് യു ടു ബി എ പ്രൊഫഷണൽ ട്രേഡർ. മിടുക്കന്മാരായിട്ടുള്ള ട്രേഡർ ആകാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഇതിനകത്തെ കാര്യം. സോ ടു സമറൈസ്, വെൻ ടു ബൈ, ഐഡൻറ്റിഫൈ ദ ട്രെൻഡ് ഓൺ എ ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ്. ഇവിടെ നമ്മൾ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഇതിൻ്റെ പ്രീവിയസ് ചാർട്ടർ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ട്രെൻഡ് നമുക്ക് ഹയർ ടൈം ഫ്രെയിമിൽ ബുള്ളി സെറ്റപ്പ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി ഈൽഡിങ് മോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് റിട്ടേൺസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് പെട്ടെന്ന് ക്വിക്കായിട്ട് മൊമെൻറ്റം കിട്ടുന്നത് നമുക്ക് അതായിരിക്കും എന്നാണ് അതിൻ്റെ ഇത് പറയുന്നത്. ഇനി ഇതിന് ശേഷമുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് എന്താണ്? മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ ഏത് പ്രീവിയസ് ഏരിയയിൽ നമ്മൾ ഈ കണ്ടുപിടിച്ചിരിക്കുന്ന പ്രീവിയസ് ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആ പ്രീവിയസ് ഏരിയയിലേക്ക് മാർക്കറ്റ് സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിലുള്ള പുൾ ബാക്ക് ആയിട്ട് വരുന്ന സമയങ്ങളിൽ ഇവിടെ നമുക്ക് എൻട്രി സെനാരിയോസ് ഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ നോക്കുന്നു. അവിടെ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ടെക്നിക്ക് യൂസ് ചെയ്യുന്നു. ഇൻ കേസ് എൻട്രി കിട്ടിയില്ലെങ്കിൽ സബ്സീക്വൻറ്റ് മൂവ്മെൻറ്റിലെ പുൾ ബാക്കിന് വേണ്ടിയിട്ട് വേണമെങ്കിലും നമുക്ക് എൻട്രിക്ക് വേണ്ടിയിട്ട് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ പ്രീവിയസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡിംഗ് നടന്നതും ആയിട്ടുള്ള കാര്യം. അപ്പോൾ റിഫൈൻമെൻറ്റ് ഓഫ് എൻട്രി സെനാരിയോയും നമ്മൾ ഇതിൻ്റെ കൂടുതൽ പറഞ്ഞു തീർത്തു. സോ യു ആർ വാച്ചിങ് ഡീകോഡിംഗ് മാർക്കറ്റ് 5 ഓൺ ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. അതുപോലെ തന്നെ താങ്ക് യു വെരി മച്ച്. എല്ലാവരും ഒരു 1000 കമൻറ്റ് എഴുതിയിട്ടുണ്ട്. 1000 അല്ല കേട്ടോ, 200 കമൻറ്റ് താഴെയുള്ളൂ. എനിവേ താങ്ക് യു വെരി മച്ച്. ഒത്തിരി ലെങ്തി ആയിട്ടുള്ള കമൻറ്റ് ഉണ്ട്. നിങ്ങളുടെ സ്നേഹമാണ് എൻ്റെ എനർജി. അതുപോലെ തന്നെ കീപ്പ് ഓൺ റൈറ്റിംഗ് കമൻറ്റ്സ്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ട്. എപ്പോഴും ഭയങ്കര എനർജി തരുന്നതാണ് കമൻറ്റുകൾ വരുമ്പോഴാണ് നമുക്ക് പുതിയ ഐഡിയകളെല്ലാം വരുന്നത്. ഐഡിയ ഉണ്ട് ഇഷ്ടം പോലെ. എങ്കിൽ പോലും കമൻറ്റുകൾ എഴുതുമ്പോഴത്തേനും
മറ്റുള്ളവരും കാണട്ടെ, എല്ലാവരും പഠിക്കട്ടെ, എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. അപ്പോൾ താങ്ക് യു ഗൈസ്, സീ യു ഇൻ അനദർ വീഡിയോ.